ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് ഞാനിവിടെ കാലിക്കറ്റാണ് എൻ്റെ വീട്. അപ്പം ഞാനിന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടിടുന്ന ഒരു ലോങ് വീഡിയോ ആയിരിക്കും ഇത്. ലോങ് എന്ന് പറഞ്ഞാൽ അങ്ങ് ലോങ് അല്ല, എന്നാലും ഒരു ലോങ് ആയിരിക്കും. കാരണം ഷോർട്സ് ഞാനിപ്പോൾ 1-2 ഇട്ടു. ലോങ് വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് വരുന്നില്ലേനോ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒന്ന് നോക്കണം, അങ്ങ് തുടങ്ങാം. അപ്പോൾ എത്ര പേർക്ക് എന്നെപ്പോലെ ഈ ഒരു സാധനം ഉണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ഇങ്ങനൊരു ഇൻസെക്യൂരിറ്റീസൊക്കെ കാരണം അങ്ങ് തുടങ്ങാം എന്നല്ലെങ്കിൽ നാളെ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ 2019 ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങിയില്ല ഞാൻ. പക്ഷെ അത് ചാനലൊക്കെ തുടങ്ങി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ കൊണ്ട് നടക്കുന്നില്ല. ലൈക്ക് ഞാനൊരു എൻ്റെ ഇൻസെക്യൂരിറ്റീൻ്റെ ഉള്ളിലാണ് ഞാനുള്ളത്. ലൈക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് എൻ്റെ വോയിസ്. അപ്പം എൻ്റെ വോയിസ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുമോ, എല്ലാവർക്കും ഇഷ്ടമാവുമോ, ഞാൻ എന്താ പറയുക, അതായത് എൻ്റെ സൗണ്ട് തന്നെ എനിക്ക് കേൾക്കുമ്പോൾ എനിക്കൊരു ഏട് പോലെ, ലൈക്ക് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാത്തൊരു പോലെ, അയ്യേ ഞാനെന്ത് ഇങ്ങനെ ചെയ്യുന്നത്, എൻ്റെ ഒരു ഫേസ് ഇതിന് ഓക്കെ അല്ല. ലൈക്ക് നേരിട്ട് കാണുന്ന നമ്മൾ മിററിൽ കാണുന്നില്ലല്ലോ, നമ്മൾ ബാക്ക് ക്യാമറ വെച്ച് നമ്മൾ ഫേസ് കാണുമ്പോൾ നമുക്കൊന്ന് ഇതെന്താ എൻ്റെ ഫേസ് ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പിന്നെ തുടങ്ങും. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങും, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, എന്നിട്ട് തുടങ്ങും. പിന്നെ വെച്ചൊരു നല്ല ഫോണും കിട്ടണം, എന്നിട്ട് തുടങ്ങും. പിന്നെ ഞാൻ മൈക്ക് കിട്ടട്ടെ, എന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ഇപ്പോൾ 2026, എന്നിട്ടും ഞാൻ ഇത് കിട്ടട്ടെ അത് കിട്ടട്ടെ. ഇപ്പം എൻ്റെ കയ്യിൽ ആക്ച്വലി iPhone 17 ഉണ്ട്, എന്നിട്ട് പോലും ഞാൻ ഒരു നല്ല ട്രൈപോഡില്ല. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴും സെറ്റായിട്ടില്ല, അത് സെറ്റാക്കണം. അപ്പം എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് സെറ്റാക്കുക. അപ്പം നിങ്ങൾ എന്നെപ്പോലെ ഇങ്ങനെ ഈ ഇൻസെക്യൂരിറ്റീസ് വെച്ചിട്ട് ഒരു ചാനൽ തുടങ്ങുക, അല്ലെങ്കിൽ വീഡിയോസ് ഇടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളിപ്പോൾ വാങ്ങിയെന്ന് വെച്ചിട്ട് നമ്മൾ തുടങ്ങാനൊന്നും പോണില്ല. അങ്ങ് തുടങ്ങാം, ഒന്നും നോക്കണ്ട, ആരും നോക്കാനാ. ഇങ്ങനെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഇൻസ്റ്റ വഴി. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും കോണ്ടൻറ്റൊക്കെ ഇടും. അത് കാണുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഇൻഫ്ലുവൻസർ വന്ന്, കോണ്ടന്റ് ക്രിയേറ്റർ വന്ന്, എന്നാൽ നീ ഈ ഒരു റീലിട്ടൊന്ന് ഇട്ടോക്കും, ഇത് വൈറലാവും, ഇനി ഈ റീലിട്ടോക്ക് വൈറലാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കളിയാക്കുന്ന കുറേ ഫ്രണ്ട്സിൻ്റെ ഉള്ളിൽ തന്നെ ഞാനുള്ളത്. ഇവരൊക്കെ കളിയാക്കിയാലും നമുക്കൊരു സാധനമില്ലേ, അത് വിചാരിച്ച് അങ്ങ് തുടങ്ങുക. നമ്മളൊരിഷ്ടം, നമ്മളൊരു പാഷൻ നോക്കി തുടങ്ങുക, ബാക്കിയുള്ളവർ നോക്കിയൊന്നും ഇവിടെ എത്തില്ല. സോ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇല്ലാണ്ട് അങ്ങ് സംസാരിച്ച് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആദ്യത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കിട്ടാത്തതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഞാൻ പിന്നെ റെഡി ആയിക്കോളും. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷവും പ്രൗഡും തോന്നുന്നുണ്ട്. ലൈക്ക് ഞാൻ ഇത്രയും കാലം തുടങ്ങണം എന്ന് വിചാരിച്ചൊരു സാധനം ഞാൻ അടുത്ത ചുവട് വെച്ചു. ലൈക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഞാനൊരു വീഡിയോ എടുക്കുന്നു, അതൊന്ന് പോസ്റ്റ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. പോസ്റ്റ് ചെയ്യും ഡെഫിനറ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്യും. കാരണം ഞാൻ ഇനി ഒന്നും നോക്കൂല, ഒരാളെ വാക്കും കേൾക്കൂല. ലൈക്ക് ഞാൻ ഇനി എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങുമെന്ന് ഞാൻ അങ്ങ് ദൃഢനിശ്ചയം എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എന്തായിരിക്കും ഞാൻ ഇനി ഇടാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഫാഷൻ റിലേറ്റഡ് സ്കിൻ കെയർ ആണ് കൂടുതൽ മെയിൻറ്റെയിൻ. കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന ഒരാൾ. അപ്പോഴേ അവരിങ്ങനെ പറയും നിനക്ക് അങ്ങനെ തുടങ്ങിക്കൂടെ, ഇതൊന്നും എല്ലാവർക്കും അറിയിച്ചുകൂടെ. ലൈക്ക് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയിക്കണം. അപ്പം ഈ 2026 എത്തിയപ്പോഴത്തേക്കും കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നു, ഇവരൊക്കെ ഇങ്ങനത്തെ കണ്ടൻറ്റ്സ് ഇടാൻ തുടങ്ങി. അപ്പം ഞാനും വിചാരിക്കും ഓക്കെ ഇത് ഓൾറെഡി എല്ലാവരും ഇട്ടില്ല, ഇപ്പം ഞാനായിട്ട് തുടങ്ങണോ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഓരോ റീസൺ വിചാരിച്ച് നമ്മളവിടെ ഇരിക്കുകയുള്ളൂ. നമുക്കറിയാവുന്ന കാര്യം നമുക്കറിയുന്നത് ഇത് കോണ്ടന്റ് വരട്ടെ എന്നിട്ട് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്, എൻ്റെ ഡെയിലി വ്ളോഗ്സ്, ഗെറ്റ് റെഡി വിത്ത് മീ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പുറത്തേക്കെല്ലാം പോകുമ്പോൾ ജസ്റ്റ് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാക്കിയുള്ളവർ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും എവിടെ എത്തില്ല. സോ എൻ്റെ ഇഷ്ടങ്ങൾ ഇതിപ്പോൾ എത്ര പേര് കാണുമെന്ന് പോലും എനിക്കറിയില്ല, ചിലപ്പോൾ ആരും കാണാനുണ്ടാവില്ല. ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഈ വീഡിയോ എടുക്കും, ഞാനിടും. ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമുള്ളവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അതേപോലെ ഡെവലപ്പ് ചെയ്യാമല്ലോ. സോ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കുറേ മിസ്റ്റേക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും എൻ്റെ വീഡിയോസ് ഉണ്ടാവുക. ലൈക്ക് സ്കിൻ കെയറും ഡെയിലി വ്ളോഗ്സും ഗെറ്റ് റെഡി വിത്ത് മീയും ഒക്കെ ആയിട്ട് മിക്സപ്പ് ചെയ്തിട്ടുള്ളൊരു ചാനലായിരിക്കും. സോ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ എന്തായാലും എന്നെ,
ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ബടൻ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പുതിയൊരാളാണ്. സോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ്